ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഞാൻ പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വീഡിയോ ഒന്ന് വൈകിപ്പോയി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പുലർച്ചെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റതാണ് കേട്ടോ. അപ്പോൾ നേരെ നിസ്കരിക്കാച്ചിട്ട് വന്ന് നോക്കുമ്പോൾ ഡോറ് തുറന്ന് നോക്കുമ്പോൾ ഭയങ്കര മഴ. 5 മണിയായിട്ടുള്ളൂ, 5-5:15 സമയമ്പോൾ നല്ല മഴ. അപ്പോൾ കുറച്ച് നേരം മഴ മാത്രമല്ല, ഇടിയും മിന്നും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു 7 മണി വരെ ആ മഴ നിന്നുണ്ട്. പിന്നെ അപ്പോൾ അത് കുറച്ച് നേരമൊക്കെ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്തു. കുറച്ച് നേരമൊക്കെ കണ്ടു നോക്കുമ്പോൾ ഒരു വീഡിയോ എടുത്തു. പിന്നെ നേരെ ഞാനങ്ങനെ നിസ്കരിക്കാനും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടാണ്. അപ്പോൾ തലേ ദിവസം മൈലാഞ്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ അത് കഴുകിക്കളഞ്ഞാൽ പോകണ്ടില്ല, അത് ചുവന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു. പിന്നെ രാവിലെ തന്നെ ബഹൂറൊന്ന് പുകച്ചിട്ട, കാരണം പെരുന്നാളൊക്കെ അല്ല. അപ്പോൾ ഒന്ന് പുകച്ച് നിസ്കരിക്കാനൊക്കെ കഴിഞ്ഞ് ഓതലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. കിച്ചണിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഡോറ് തുറന്ന് നോക്കുമ്പോൾ, ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ പുറത്ത് ഭയങ്കര മഴ പെയ്തിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടണം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് നേരെ ഞാൻ കിച്ചണിലേക്ക് കടന്നു കേട്ടോ. കിച്ചണിലേക്ക് കടന്നപ്പോൾ ഞാൻ നേരെ പിന്നെ പാല് തിളപ്പിക്കാലോ വെച്ചിട്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടി പാല് തിളപ്പിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ഗ്യാസമ്മ വെച്ചിട്ടാ. അപ്പോൾ പുറത്തത്തെ ഒരു ജനൽ തുറന്ന് നോക്കുമ്പോൾ പുറത്തിങ്ങനെ മഴ കണ്ടു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് അത് കഴിഞ്ഞ് പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ, അതും പാൽ ചായ, രാവിലെ തന്നെ നല്ല മഴയാണ്. അപ്പോൾ അതൊരു ഗ്ലാസ് ഉണ്ടാക്കി. എന്നിട്ട് പിന്നെ നേരെ ഉമ്മറത്തേക്കാട്ടോ വന്നത്. ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്ക് കടന്നത്. പാൽ ഏകദേശം ചായയൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ ഞാൻ ഏകദേശം ഒരു 6:30 ഒക്കെ ആയി. പിന്നെ ആ സമയത്ത് ഞാൻ പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ നല്ല മഴ പുറത്ത്. 7 മണിയായിട്ടും മഴ മാറുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ എടുത്ത് കണ്ടില്ലേ, എന്ത് മഴ. കാറ്റും കൂടിയിട്ടായിരുന്നു കേട്ടോ, കാറ്റും മഴയും. ഇപ്പം പ്രാവശ്യം അങ്ങനെ മഴ ഒന്നും ഉണ്ടായിട്ടില്ല. ഇടയ്ക്കൊക്കെ രാത്രികളിലാണ് മഴ ഉണ്ടാവാറുള്ളൂ. അന്ന് എന്താണ് ആ പുലർച്ചയ്ക്ക് നല്ല മഴ. അങ്ങനെ ഒരു ഗ്ലാസ് ചായയും കൊണ്ട് നേരെ വന്ന് ചായയൊക്കെ കുടി കഴിഞ്ഞപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കണ്ടേ. അപ്പോൾ നേരത്തെ ആവും വേണ്ട. അപ്പോൾ ഞാൻ തലേ ദിവസം ചിക്കൻ കായം വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിക്കന് ഞാൻ പുറത്തേക്കൊന്നും പോയില്ല, അടുപ്പത്തേക്കൊന്നും പോയില്ല. നേരെ ഗ്യാസുമ്മൽ തന്നെ ചിക്കൻ വെക്കായിരുന്നു. ഗ്യാസല്ല, കറണ്ടിൻ്റെ അടുപ്പുമ്മൽ ചിക്കനൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിന്നു. സെപ്പറേറ്റായിട്ട് വെക്കാച്ചിട്ട് വെച്ചതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ തൈരും ഉണ്ടാക്കണ്ടേ. അപ്പം പിന്നെ ഞാൻ തൈരിനെല്ലാം ഉള്ളതും കൂടിയിട്ട് റെഡിയാക്കി. തൈര് റെഡിയാക്കി ക്യാരറ്റും കുക്കമ്പറും സവാളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചാൽ പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചാൽ തണുപ്പ് കൊടുക്കണം. പിന്നെ നമുക്ക് എടുക്കാമല്ലോ ബിരിയാണി സെറ്റാക്കുമ്പോൾ. അപ്പോൾ പിന്നെ അതൊക്കെ റെഡിയാക്കി അത് ഫ്രിഡ്ജിലേക്ക് സെറ്റാക്കി വെച്ചു കേട്ടോ. പിന്നെ അതൊക്കെ ശരിയായതിന് ശേഷം പിന്നെ നേരെ അപ്പോഴത്തേനും മോനക്ക് പള്ളിയിൽ പോകേണ്ട സമയമായി. അപ്പോൾ ചപ്പാത്തി ഉണ്ടായിരുന്നു. ചപ്പാത്തിയാണ് കേട്ടോ. ഞാൻ പത്തിരിയൊന്നും ഉണ്ടാക്കാനൊന്നുമില്ല. ചിക്കൻ റോസ്റ്റ് ഉണ്ടായി, അവർക്ക് മതി. പിന്നെ ബീഫും ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ ഞാൻ ചപ്പാത്തി ചുടാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞാൻ നിന്നു. പിന്നെ കഴിഞ്ഞപ്പോൾ മോൻ ഡ്രസ്സുമായപ്പോൾ മോൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് അവരെ ഫ്രണ്ട്സുകളും വന്ന് അവരെ ഫോട്ടോസ് എടുക്കുമ്പോൾ ഞാൻ അതിൽ കൂടെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിന് ചിക്കൻ ഏകദേശമൊക്കെ എല്ലാതും റെഡിയായി. ചിക്കൻ മസാല കൂട്ടി അത് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചു കേട്ടോ.
പിന്നെ മോനൊക്കെ പോയി. എൻ്റെ നിസ്കാരം പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്ത് പോയിട്ട് ഞാൻ ബിരിയാണി സെറ്റാക്കാമെന്ന് വെച്ചത്. അപ്പോഴത്തേന് ഞാൻ പിന്നെ ബിരിയാണിൻ്റെ വെള്ളം തിളക്കുമ്പോഴത്തേനും ഞാൻ ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വഴുകുണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ഗ്യാസിന് വെച്ചിട്ട് തന്നെ ബിരിയാണി കുറച്ച് മസാല ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അതിലേക്കുള്ള മസാല ഞാൻ ഗ്യാസിന് തന്നെയാണ് വെച്ചത്. അപ്പോൾ ഏകദേശം അരിയൊക്കെ ഇട്ടിട്ട് ഞാൻ വെള്ളം തിളച്ച് വന്നപ്പോൾ അരി ഇട്ടിട്ട് ഞാൻ പിന്നെ നേരെ വീണ്ടും കിച്ചണിലേക്ക് തന്നെ വന്നിട്ട് മോള് പുഡിങ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സെർവ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ച് നേരം നിന്ന് അത് കഴിഞ്ഞപ്പോഴത്തേനും ബിരിയാണിയിലേക്കുള്ള റൈസൊക്കെ വെന്ത് വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനതൊക്കെ ദമ്മിട്ടിട്ട് നേരെ അടുപ്പത്തോട്ട് വെച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റ് നേരം ഞാൻ അടുപ്പത്ത് വെച്ചത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പപ്പടം പൊരിക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ പപ്പടം പൊരിക്കാമെന്ന് വെച്ചിട്ട് കിച്ചണിലേക്ക് വന്നു. കിച്ചണിൽ നിന്നിട്ട് ഞാൻ പപ്പടമൊക്കെ പൊരിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10-10:30 ആയിരിക്കണം. പപ്പടം പൊരിച്ചു. പൈനാപ്പിൾ ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്തു. ആ നേരത്തെ പിന്നെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോനൊന്നും അപ്പോൾ വന്നിട്ടില്ല കേട്ടോ. ഞാൻ നേരത്തെ തന്നെ അവനക്ക് ചായ കൊടുത്തിട്ടാണ് പറഞ്ഞയച്ചത്. കാരണം പള്ളിയിൽ അറവും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് അവനെയും കൊണ്ട് പുറത്ത് അവർ പോവുകയാണെന്ന് പറഞ്ഞ് പള്ളിക്കലേക്ക് പോകണ്ടേ. അപ്പോൾ അറവിൻ്റെ സമയമായ കാരണം അവരവിടെ പോയിട്ട് പിന്നെ തിരിച്ച് പെങ്ങളെ വീട്ടിൽ നിന്നാണ് അവർ ഭക്ഷണം കഴിച്ചത്. ചായ കുടിച്ചിട്ടാണ് പിന്നെ അവരെത്തിയത് കേട്ടോ. 12 ആയി. അപ്പോഴത്തേനും ഞാനിവിടെ ഞങ്ങളോട് ഇക്കാടെ വൈഫൊക്കെ വരാൻ പറഞ്ഞത് മക്കളും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2-3 പെരുന്നാൾക്കായിട്ട് ഇക്ക അവിടെ ഉണ്ടാവലുണ്ട്. ഒന്നിൽ ഇക്ക അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഞങ്ങൾ ഇക്കാടെ അടുത്തുണ്ടാവും. അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്രാവശ്യത്തെ പെരുന്നാൾ എന്താണാവോ ഒരു ടെൻഷനായിരുന്നു, ഓരോ വിഷമങ്ങളായിട്ട്. അപ്പോൾ ഞാൻ ഇക്കാടെ തട വിളിച്ചപ്പോൾ പറഞ്ഞ് വരാൻ. അപ്പോൾ അവരും വരാൻ പറഞ്ഞു കേട്ടോ. അവർ ഇക്കാടെ 2 മക്കളും ഉണ്ട്, അവരും കൂടി വന്നു കേട്ടോ. അപ്പോഴത്തേനും ഞങ്ങളടുത്ത വീട്ടിലേക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നതാണ് കേട്ടോ. 3 വീട്ടിലേക്ക് 2 പെരുന്നാൾക്കും കൊടുക്കും. അപ്പോൾ അതെല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ അവർക്ക് കൊണ്ടു കൊടുത്തു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ മക്കൾ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, ഉമ്മ ഞങ്ങൾക്കത് വീഡിയോ എടുക്കണം പറഞ്ഞിട്ട് അവർ മേശ വന്നിട്ട് അത് കഴിച്ചിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ അതിന് പിന്നെ എല്ലാവരും വന്നു കേട്ടോ. വന്ന് ഞങ്ങൾ ഫുഡൊക്കെ റെഡിയാക്കി കഴിക്കാതിരിക്കണ നേരത്താണ് പിന്നെ പെരുന്നാളായ കസിൻസൊക്കെ എല്ലാവരും വരും. അപ്പോൾ അവരൊക്കെ വന്നു. അവർ പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവർ പിന്നെ പുറത്ത് പോകുകയെന്ന് പറഞ്ഞിട്ടാണ്. മക്കളെല്ലാവരും കൂടിയിട്ട് അവർ പുറത്ത് പോയി. ഞങ്ങൾ പിന്നെ ഞാനങ്ങനെ കടനിയൻ്റെ വീട്ടിലേക്കും പിന്നെ പെങ്ങളെ വീട്ടിലേക്കും ഞങ്ങളും പോയി. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.